എല്ലാവർക്കും സ്വാഗതം മെൽബിൻ ബ്ലോഗിലേക്ക്. അപ്പോഴത്തേനും നമ്മൾ ഇന്നൊരു കിടക്കാച്ചി എൻഡോസിങ് വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോഴത്തേനും നമുക്കൊരു എൻ്റെ പപ്പി ശരാശരി 2-3 ദിവസമായി കൊണ്ടുവന്നിട്ട് ഞാൻ ശരാശരി പോയിരുന്നു. അത് പൊട്ടിച്ച് തന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു എൻഡോസിങ്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് എൻഡോസിൻ്റെ പുതിയ സ്മാർട്ട് വാച്ചാണ്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതാണ് സംഭവം. ചാർജർ വന്നിട്ടുണ്ട്, 2 സ്ലിപ്പ് വന്നിട്ടുണ്ട്, ഒരു നീലയും ബ്ലാക്കും കാണാം. എൻ്റെ മിസ് കാർഡാണ് വരുന്നത്. അയ്യോ എൻ്റെ അമ്മ, നമുക്ക് പോലും ഭാഷ ഇതെന്നാ ഭാഷയാ അമ്മ? ഇതെന്ത് ഭാഷയാ? ഖത്തർ ഭാഷയാണ് എൻ്റെ അമ്മോ. പൊന്നപ്പോൾ ഇതെനിക്കറിയില്ല എൻ്റെ അമ്മോ. ഖത്തർ ഭാഷ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷായിരുന്നു ഞാൻ കുറേ പേരുണ്ടായിരുന്നു. അപ്പോഴത്തേന് നമുക്ക് സ്മാർട്ട് വാച്ച് കാണിക്കാം. ഇതാണ് സംഭവം. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് സംഭവം. ഇതാണ് ഐറ്റം. നമുക്കൊന്ന് ടച്ചും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ടച്ച് നോക്കുവാണെങ്കിൽ ഇതെന്തോ ലോക്കാണ് കേട്ടോ. നമ്മൾ ഇത് കൊണ്ടുവന്നപ്പം എൻ്റെ ആരോണത് അതായത് എൻ്റെ ചേട്ടൻ, അവൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വിളിച്ചു പറഞ്ഞത് എനിക്ക് ലോക്ക് അറിയാം. ഇപ്പം നമ്മൾ ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. കിടുക്കാച്ചി ടച്ചും കാര്യങ്ങളൊക്കെ കിടുക്കാച്ചിയാണ് കേട്ടോ. കിടുക്കാച്ചി ടച്ചാണ്. നിങ്ങൾ കാണിച്ചിരുന്നുണ്ടോ? കിടുക്കാച്ചി ടച്ചും കാര്യങ്ങളാണ്. എല്ലാ സംഭവം ഇതിൻ്റെത് എന്താ പറയുക, നല്ല സൂപ്പർ സാധനമാണ് സ്മാർട്ട് വാച്ച്. അപ്പോഴത്തേന് നമുക്ക് ഈ സ്ലിപ്പ് ഇടാം. ഇതല്ലേ കുറച്ചും കൂടെ നല്ലത്. അപ്പോഴത്തേനും നമ്മൾ സ്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. പണിയാവോ കൊള്ളാം. താങ്ക് യു പാപ്പി. ഞാൻ എത്ര നാളും ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്. ആരോന്നും താങ്ക് യു, അപ്പാപ്പിക്ക് ഞാൻ താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. കുറേ നാളായിട്ടാണ് ഞാൻ, ഒത്തിരി നാളായി ഇങ്ങനെ സ്മാർട്ട് വാച്ച് കിട്ടണം. എനിക്ക് വേറെ സ്മാർട്ട് വാച്ച് വാങ്ങണമെന്നുണ്ടായിരുന്നു. പല പ്രാവശ്യം നോക്കിയിട്ടും ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഇപ്പോഴത്തേനും അപ്പാപ്പിയെ വിളിച്ചപ്പോൾ അപ്പാപ്പി പറഞ്ഞു എന്താ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പാപ്പി സ്മാർട്ട് വാച്ച് മതി, സ്മാർട്ട് വാച്ച് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അപ്പാപ്പി പറഞ്ഞു അതിനെന്താ നമുക്ക് എനിക്കും അവനും അല്ല എൻ്റെ ചേട്ടനും അവനും എനിക്കും കൂടെ ഒരു സ്മാർട്ട് വാച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അലീന, അത് എൻ്റെ അനിയത്തിയായിട്ട് വരും. അലീനയ്ക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പാപ്പിക്ക് എൻ്റെ അമ്മ, അപ്പാപ്പി ഇത് അയച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പെട്ടെന്ന് ശരിക്കും ഒരു എന്താ പറയുന്നത്, എനിക്ക് വാക്ക് കിട്ടുന്നില്ല. അതുപോലെ ഒരു അന്ന് വിളിച്ചു പറഞ്ഞു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങോട്ട് വരണം, ശനിശ്ശേരിക്ക് വരണം, വന്നിട്ട് സ്മാർട്ട് വെച്ചിട്ട് ഞാനിവിടെ കിടന്ന് തുള്ളാളക്കി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളെ കാർച്ചയായി കൂച്ചയായി. ഞാൻ വീട്ടിൽ പോകണം. അവസാനം അങ്ങനെ കുറേ കാറി കൂവി ആണത് പോയി എടുക്കാൻ പോയത് സാധനം. കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായി. ഞാനത് ഓണാക്കി അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്തായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒന്നും കൂടെ ഇതെടുത്ത് ഞാൻ വെച്ചിരിക്കുമായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും എടുക്കുക. സംഭവം നല്ല ചേറ്റുമാണ്. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. നല്ല സാധനമാണ് കേട്ടോ. ലോക്കൊക്കെ ഇട്ട് നല്ല കിടക്കാച്ച ചേറ്റുമാണ്. നമ്മുടെ ചാർജർ വരും. സംഭവം വളരെ കിടക്കാച്ച ചാർജർ. ഇതാണ് സാധനം.
ഇത് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ അങ്ങോട്ട് അവിടെ ഇരുന്നോളൂ. അങ്ങനെ ഇത് വാങ്ങിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ അതിൻ്റെ കുറേ മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു അഡാപ്റ്റർ ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 10-15 അഡാപ്റ്റർ ഇരിപ്പുണ്ട്. പഴയ ചാർജറിൻ്റെ അഡാപ്റ്ററൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ കുറച്ച് അഡാപ്റ്ററുകൾ, ഇത്രയും അഡാപ്റ്ററുകളുണ്ട് കേട്ടോ. അമ്മയുടെ ചാർജറിനും കുറേ അഡാപ്റ്ററുകൾ. ഇത്ര അഡാപ്റ്ററുകളുള്ളതുകൊണ്ട് എനിക്ക് വേറെ സീനൊന്നുമില്ല. ഇതാണ് സംഭവം. ഇതാണ് ഐറ്റം. അയ്യോ, കിട്ടിയത് മാറിപ്പോയല്ലോ. അയ്യോ, കിട്ടിയ തെറ്റാണോ? കിട്ടിയ തെറ്റാട്ടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. മറ്റേത് ഇവിടെയായിരുന്നു സത്യം പറഞ്ഞാൽ വേണ്ടത്. അപ്പോഴത്തേനും ഞാൻ കിട്ടുമ്പോൾ അല്ല തലതിരിഞ്ഞായി. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചെന്നറിയാം. ഇത് ഇറങ്ങിയപ്പോൾ മുതൽ ഞാനിത് യൂട്യൂബിൽ കണ്ട് ഒത്തിരി കണ്ടായിരുന്നു. അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിതുപോലത്തെ ഒരെണ്ണം വേണമെന്ന്. പക്ഷെ അമ്മയുടെ നേരത്തിന് ഇത് പറ്റത്തില്ലായിരുന്നു. 10-15,000 രൂപ. ഇത് നമ്മുടെ നാട്ടിൽ ഇവിടെ നന്നാക്കാൻ തന്നെ പാടാണ്. അവിടുത്തെ അല്ല ഇവിടെയും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നു, അറിയില്ല. വാച്ചിൻ്റെ നമ്മുടെ നാട്ടിലുള്ള സൈസ് ടച്ചും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറാണ്. സൂപ്പർ സാധനമാണ്. ഇതാണ് അതിൻ്റെ ബോട്ട്സ് കാണിക്കുകയാണെങ്കിൽ ഇതാണ് സംഭവം. പിന്നെ ഇതിൻ്റെ നോക്കുവാണെങ്കിൽ ഇതെല്ലാം നോക്കണത് ഇതൊക്കെയാണ് ഐറ്റങ്ങളുള്ളത്. ഇംഗ്ലീഷ് മീൻസ് വാട്സപ്പ് ഉണ്ട്, വീഡിയോ ഗെയിമുണ്ട്, ഹെർബീറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ചൂടറിയുന്ന സംഭവമുണ്ട്, അലാറം ഉണ്ട്. പിന്നെ നമുക്ക് ടൈം, പിന്നെ ഇതാണ് സെറ്റിങ്സ് മോഡ് വരുന്നത്. പിന്നെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഇതുണ്ട്. പിന്നെ അയ്യോ ഫ്രണ്ട്സ്, അറിയാതെ ഒന്ന് ബ്രേക്ക് ആയിപ്പോട്ടോ, ക്ഷമിക്കണേ. അപ്പോഴത്തേനും നമ്മൾ ക്യാമറ ഉണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയാം. സംഭവം സ്പീക്കറൊന്നുമല്ല കേട്ടോ. ഇത് സിം ഇടാൻ പറ്റും കേട്ടോ. സിം ഇടുന്നത് ഇവിടെ സിം ഇടാം. ശരി, ഞാൻ ഇതുപോലത്തെ വാച്ചൊന്നും വിചാരിച്ചിട്ട് പോലില്ല. ഞാൻ മറ്റേ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട വാച്ച് ഇതല്ല, സാധൻ്റെ ഒരു ഡൂപ്ലി വാച്ച് പോലത്തെ ഒരു സംഭവമുണ്ട്. അതൊക്കെ എനിക്ക് അതെങ്കിലും വാങ്ങണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ കയ്യിലൊക്കെ കിടക്കുമ്പോഴത്തേനെ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോഴും 2-3 പിള്ളേരുടെ കയ്യിലും ഓരോരുത്തരോട് ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് പറ്റത്തില്ല, ചോദിക്കാൻ പറ്റും. നമുക്ക് ചോദിക്കാനൊരു മടിയില്ലേ. ഇതിനാരാണ് മറ്റുള്ളവരുടെ നമ്മൾ നോക്കാറില്ല. ഇത് ഇപ്പം ഞാൻ ഇത്രയും പോലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കെന്തോ പറയണ്ടേന്ന് പോലും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാണ് പിന്നെ എനിക്ക് ഫോണ് പോലും ഞാൻ ശരിക്കും കാണുന്നില്ല. എന്നെ വെച്ച് യുവത്തേലാണ് ഗെയിം കളി, യുവത്തേലാണ് എല്ലാം നോക്കുന്നത്. ഇപ്പോൾ പനിയാണെങ്കിൽ പോലും യുവത്തേലാണ് നോക്കുന്നത്. ആശുപത്രി പോകുന്ന കേസേ കുറഞ്ഞു. അല്ല ഇപ്പോൾ ഒരു ചെറിയ പനി എന്നാലും ഇല്ലേ, ഇപ്പോഴും പനിയാണെന്ന് പറഞ്ഞൊരു കുഞ്ഞു പനിയാണെങ്കിൽ പോലും ഞാൻ ആശുപത്രി പോകും. ഇവത്തെ നോക്കി കുറവാണേലും കൂടുതലാണേലും ഞാൻ ആശുപത്രി പോകും. എനിക്ക് വയ്യെന്ന് തോന്നിയാൽ ഞാൻ പോകും. അതുപോലെയുണ്ട് എനിക്ക് പ്രശ്നം. ഞാനിത് ശരാശരി ചെന്നു. അപ്പോഴത്തേന് ഞാൻ വിചാരിച്ച് ഇനിയിപ്പം വാങ്ങണം, ഇനി ചോദിക്കാൻ പറ്റത്തില്ല. ഞാനത് ചോദിക്കാതൊക്കെ ഇരുന്ന് ഞാൻ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. ഞാൻ തിരിച്ച് വന്നിട്ട് ഒരു 5 മിനിറ്റ് അടുത്താറായി. ഞാൻ ഒരു സെറ്റിൽ ഇരിക്കുക. 5 മിനിറ്റ് പോലും ആയില്ല, ഞാൻ അവിടുത്തെ ഇരിക്കുക, സെറ്റ് ഇരിക്കുക. അപ്പോഴത്തേനാണ് ആരോണിത് അവൻ എൻ്റെ ചേട്ടൻ അത് ഈ സാധനം എഴുതണം. ഞാൻ ആദ്യമേ
വെച്ചു. ഇത് ഫുള്ളൊരു കവറൊക്കെ ഇട്ട് ഇതായിട്ട് വന്നതാണ്. തുറന്ന് നോക്കിയപ്പോഴത്തേന് ഈ സംഭവം ഇതൊരു ബോക്സിലാണ് വന്നത്. ഈ സംഭവം ഞാൻ ഈ അമ്മച്ചി സന്തോഷം പറഞ്ഞു ഇതുപോലെ ഇല്ല, ശരിക്കും ഞാൻ സന്തോഷം. ഇത് ഞാൻ ഇതിട്ട് ഇട്ടായിരുന്നു. അപ്പോഴത്തേന് ഇത്രയൊക്കെ ഉള്ളു പറയാൻ. അപ്പോഴത്തേന് ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയമാണ്. മെൽവിൻ വ്ലോഗ് ടൈം ഔട്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. എല്ലാവരും എല്ലാ സംഭവത്തിലും അടിച്ച് കയറ്റിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് അടിച്ച് കയറ്റി വിടണേ. ബൈ ബൈ. ബാക്കിയോ?